ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു പനീർ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. ആദ്യം ഒരു 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 ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് മല്ലി, പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം, പിന്നെ അര ടീസ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ പെരുംജീരകം. ഇത് ഇത്രയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുക്കാം, ചൂടാക്കിയെടുക്കാം. ഇത് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അടുപ്പ് കത്തിക്കേ. ഇതൊന്ന് ഇത്തിരി എങ്ങും ഒരു വറുത്തങ്ങ് പോകണ്ട, നമുക്ക് മണം വരും. അപ്പോൾ ഒന്ന് മാറ്റേ. നമ്മൾ മസാല വറുത്ത് കഴിഞ്ഞേ ഇത്രയും മതി. ആ മണം വന്നു തുടങ്ങി. നമുക്ക് ഇനി ഇതിവിടെ നിന്ന് തണുക്കട്ടെ. ഞാൻ അതിനെ ഈ ഒരു പാത്രം ഇവിടെ വെക്കാം. ഇത് തണുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അതിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇടിക്കുന്ന കല്ലിനകത്തിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഒന്ന് ഫൈനായിട്ടൊന്നും പൊടിഞ്ഞെടുക്കണ്ട. നമ്മുടെ പാത്രം ചൂടായി. ഇതിനകത്ത് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തേ. മതിയേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി. ഇതിനകത്ത് ചെറിയ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് 2 ഇടത്തരം സവാള കൊത്തിയരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് വഴന്ന് വരട്ടെ. സവാള നല്ല വഴന്ന് വരണം. നമ്മുടെ സവാള റെഡിയായി വരുന്നുണ്ടേ. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1.25 ഒരു കുറച്ചുകൂടി ഇടാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച മണമില്ലേ, അതൊന്ന് മാറി കിട്ടണേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മളെ സവാളയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ച് മീഡിയത്തിലിട്ടേ ചെയ്യാവുള്ളേ. ഇപ്പം തീരെ കുറച്ച്. ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു 1.5 ടീസ്പൂൺ പിരിയമുളക് പൊടിയേ. ഇനി ഇതൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. മഞ്ഞൾപ്പൊടിയുടെ, മുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണ്. എന്നാലും എണ്ണയിലിടുമ്പോൾ എണ്ണയിലിട്ട് അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 ഇടത്തരം തക്കാളി, അത് മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കാം. തീ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കേ. മീഡിയത്തിൽ വേണം.
നമ്മൾ തക്കാളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കേ. ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒഴിക്കാനായിട്ടാണ്. ഇത് മതിയേ. ഇനി ഇതിനകത്ത് തീ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂട് ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തിളക്കട്ടെ. ഇനി നമുക്ക് കൈ നമുക്ക് ഈ അടുപ്പ് കത്തിക്കേ. ഇത് ഇങ്ങോട്ട് മാറ്റാം. തീ കുറയ്ക്കാം. എന്നിട്ട് ഇത് ഈ അടുപ്പിലോട്ട് ഈ പാത്രം ഈ അടുപ്പിൽ വെക്കാം. തീ കൂട്ടിയിട്ട് കൊടുക്കാം. പാത്രം ചൂടാവട്ടെ. നമ്മുടെ ഈ ഇതിനകത്തോട്ട് ഇച്ചിരി പൊടിച്ച മസാലയില്ലേ നമ്മളിപ്പോൾ മല്ലിയും കുരുമുളകും ഒക്കെ അതിനകത്തുനിന്ന് കുറച്ചിനകത്തിട്ട് കൊടുക്കാം. പാത്രം ചൂടായി ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് ഒരു വലിയൊരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട്. പിന്നെ ഇടത്തരം 2 സവാള ഇതേപോലെ ഇതളതളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം പനീർ. നമുക്ക് ആദ്യം ഇത് സവാളയിലെ എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ പനീർ ഇട്ട് കൊടുക്കാം. ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, പൊടിഞ്ഞു കൊടുക്കും പനീർ. ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ഇതിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ കറിയിലിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ പൊടിച്ച മസാലയില്ലേ അപ്പം നമ്മൾ ഈ കറിയിൽ ഇട്ട് കൊടുത്തതിൻ്റെ ബാക്കി ഇതിന് വേണ്ടി പൊടിച്ച് അതിന് കുറച്ചിലോട്ട് ഇട്ട് കൊടുക്കാം. തീ കുറയ്ക്കാം. ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കണേ. തീ ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഞാൻ തീരെ കുറച്ചായിരുന്നു. ഇത് അധികം വേവണ്ട. ചെറുതായിട്ടൊരു കളർ ചെറുതായിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പനീർ മസാല. ഇനി ഇതൊന്ന് നിർത്താം നമുക്ക്. ഇത്രയും മതി. ഈ ഒരു സമയം മതിയേ. ഈ ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ അടുപ്പിന് നിർത്തിക്കോട്ടെ. തീ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി എടുക്കാം.
ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി നല്ലപോലെ ഞാൻ കയ്യിലിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കണേ. ഒരു മിനിറ്റ് ഒന്ന് അടച്ചിട്ട് കൊടുക്കാം. നമ്മളെ കറി എടുക്കാൻ 1 മിനിറ്റ് കഴിഞ്ഞ് ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലയില്ലേ, പനീറും ക്യാപ്സിക്കും എല്ലാം, അതെല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കാം. ഓ, അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പൊന്ന് നോക്കാം. ഇത്തിരി കുറവാ. ഒന്ന് അടച്ചിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കറി ഒരു 1 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. തോനെ ഇടണ്ട, 1/2 ടീസ്പൂൺ ഇത് മതി. അതിൽ ഇനി അടച്ചിടണ്ട. കാര്യം സവോളയും ക്യാപ്സിക്കം ഒന്നും വെന്ത് പോകരുത്. കളറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇല നമുക്ക് മാറ്റിയേക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില, ഒന്ന് അടയ്ക്കേ. ഇനി ഇതൊന്ന് നമ്മുടെ ഗ്യാസ് ഓഫാക്കേ. ഇനി 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ പനീർ മസാല നോക്കാം. ഓ, നല്ല സ്മെല്ലാ. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റേ. ഓക്കെ, കാര്യം ഒത്തിരി അങ്ങ് തീയിട്ട് കൊടുക്കണ്ട. കാര്യം കണ്ടില്ലേ, ആ സവോളയും ക്യാപ്സിക്കം ഒക്കെ അതേപോലെ കിടപ്പുണ്ട്. എന്നാൽ ചെറിയൊരു വേവും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇടാം. മതി, ഇനി പുറത്ത് പോകും. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റേ. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. നല്ല രസം അത് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.